നമസ്കാരം. ഇന്ത്യ പാക് യുദ്ധം നമ്മുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച നമ്മളെല്ലാവരും ഭീതിയോടെ നടന്ന കുറച്ച് ദിവസങ്ങൾ. നമ്മളിനി എത്രയൊക്കെ ശത്രുരാജ്യത്തോട് പൊരുതുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധം എല്ലായ്പ്പോഴും ഭീതിജനകമാണല്ലേ. നമുക്കറിയാം, ഇന്ത്യ ശക്തരാണ്, പാകിസ്ഥാനെ തച്ചു തകർക്കും, പാകിസ്ഥാൻ നല്ല അടിയൊക്കെ കൊടുത്തു, ഭീകരവാദത്തെ മാത്രമാണ് ഇന്ത്യ അവിടുത്തെ സൈനിക മേധാവികൾ വാർത്താ ചാനലിൽ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു ഫേക്ക് ന്യൂസ് വരണ്ട എന്ന് കരുതി അവരുടെ തലപ്പത്തിരിക്കുന്ന മേധാവികൾ തന്നെ വന്നു, ഞങ്ങൾ സിവിലിയൻസിനെ ആക്രമിച്ചിട്ടില്ല, അവർക്ക് പരിക്കുകളൊന്നുമില്ല, ഞങ്ങൾ അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങളിലാണ് ആക്രമണം അഴിച്ചുവിട്ടത്, നമ്മളോട് ചെയ്തതിന് തിരിച്ചടിച്ചു. അതിൻ്റെ ഒരു മറുപടിയായിട്ട് പാകിസ്ഥാൻ ഈ പറഞ്ഞ നുഴഞ്ഞുകയറ്റവും അതോടൊപ്പം പ്രകോപനപരമായ ഷെല്ലാക്രമണങ്ങളും ബോംബാക്രമണം ഒക്കെ ചെയ്തു. അതിർത്തി സംസ്ഥാനങ്ങൾ പലതും ഒഴിപ്പിക്കേണ്ട അവസ്ഥകളുണ്ടായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിരുന്നു. ചില എയർപോർട്ടുകൾ അടയ്ക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ സ്കൂളുകൾക്ക് അവധി കൊടുത്തു. ജമ്മു കാശ്മീരിൽ പുഞ്ച്, കുപ്വാര, അങ്ങനെ ഭയങ്കര സ്ഥലങ്ങളിൽ അതിർത്തി സംഘർഷങ്ങൾ നിൽക്കുന്ന അതിർത്തി ഗ്രാമങ്ങളിലായിരുന്നു ഇത് കൂടുതലും അഫക്റ്റഡ് ആയിട്ടുള്ള. പ്രത്യേകിച്ച് പഞ്ചാബിന്റെ ചില പ്രദേശങ്ങളിലും കുറെ അനുഭവിച്ചു ആൾക്കാർ. പക്ഷേ ഇതെല്ലാം നമ്മളെ ഭീതിപ്പെടുത്തുന്നുണ്ടെങ്കിലും ചില സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും അങ്ങനെയുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഷെല്ലാക്രമണം ചെയ്യുമ്പോൾ എന്തോ ഒരു വേദനയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളി സെലിബ്രിറ്റികളെന്ന് പൂർണ്ണമായിട്ട് വരെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ചില ഷോകളിലൂടെയൊക്കെ കുറച്ച് പ്രശസ്തരായിട്ടുള്ള ഭയങ്കര സെലിബ്രിറ്റി ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, എന്നാൽ സെലിബ്രിറ്റി ആണ് താനും. എന്നാലും 3-4 ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ അവർക്ക് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അങ്ങനെ ചില ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നു കൊണ്ട് ഫേക്ക് ന്യൂസ് സ്റ്റോറി ആക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക ഒരു സാധാരണ പൗരൻ പോലും ചെയ്യാത്തൊരു കാര്യമാണ്. മുഖ്യധാരയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ലൈം ലൈറ്റിന് മുമ്പിൽ നിൽക്കുന്ന ഈ പ്രബുദ്ധരായിട്ടുള്ള ചില കലാകാരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വയം അവർ ഭയങ്കര സൗന്ദര്യധാമങ്ങളാണെന്നും സ്വയം ഭയങ്കര വൊക്കാബുലറി ഉള്ള ആൾക്കാരാണെന്നും മറ്റുള്ളവരെ കാണിപ്പിക്കുന്ന കുറെ ഷോ ഓഫ് ചെയ്യുന്ന ആൾക്കാർ. അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ, അവരുടെ പ്രൊഫഷന് വേണ്ടി അവരെന്തും ചെയ്തോട്ടെ, ഷോ ഓഫ് ഒക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ നമ്മുടെ രാജ്യത്തെ പറയുമ്പോൾ അത് എല്ലാവർക്കും കൊള്ളും. എല്ലാവർക്കും എന്ന് മാത്രമല്ല, അതിനെതിരെ നിയമ നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. റിയാസ് സലീം നമുക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസിലൂടെ ഫേമസ് ആയിട്ടുള്ള താരമാണ്. പുള്ളി ഒരുപാട് പോസ്റ്റുകൾ ചെയ്യാറുണ്ട്. മിക്കപ്പോഴും ചില പോസ്റ്റുകൾ വൈറലായി മാറാറുണ്ട്, ആൾക്കാരെടുത്ത് പൊങ്കാലയിടാറുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യ എന്ന ആ ഒരു രാജ്യത്തിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ അല്ലെങ്കിൽ മറാഠിയെന്നോ ഗുജറാത്തിയെന്നോ കേരളീയനെന്നോ തമിഴനെന്നോ ഇല്ലാതെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ രാജ്യത്തേക്ക് ഒരു ആക്രമണം, പ്രത്യേകിച്ചും ഭീകരവാദം പാകിസ്ഥാനിൽ നിന്നുണ്ടാകുമ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ എന്ത് ചെയ്താലും ഇന്ത്യക്കാർ അവരോടൊപ്പം നിൽക്കും. കാരണം ഇന്ത്യ ഒരിക്കലും അങ്ങോട്ട് കയറി ആക്രമിക്കാത്ത ഒരു രാജ്യമാണ്. എല്ലായ്പ്പോഴും പ്രതിരോധത്തിൽ ഊന്നി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന, സമാധാനം ആകാംക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. അതിന് ഏത് പാർട്ടി വന്നാലും അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ മോദി ആയാലും രാഹുൽ ഗാന്ധി ആയാലും ഈ പറയപ്പെടുന്ന ഏത് പാർട്ടി വന്നാലും അങ്ങനെ തന്നെയാണ് ഇന്ത്യയുടെ ഒരു ഫോളോ അപ്പ് അല്ലെങ്കിൽ ഫോളോ ചെയ്തു പോകുന്നത്. പക്ഷേ ഇന്ത്യ തിരിച്ച് പാക്കിനെ ആക്രമിക്കുകയും അവിടെ ഒരു കുഞ്ഞ് മരിച്ചു വീണു, അവിടെ സാധാരണക്കാരായ ആൾക്കാർ വീഴുന്നു, സ്കൂളുകളിലേക്ക് ഷെല്ലുകൾ വീഴുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അതെല്ലാം പാകിസ്ഥാൻ വിട്ട ഒരു കുതന്ത്രങ്ങളായിരുന്നു. അതൊരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളാണ്. അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ആ സ്റ്റോറി ഷെയർ ചെയ്യുകയും അതിൽ ഞാൻ ഇന്ത്യയെക്കുറിച്ച്, എൻ്റെ കൺട്രിയെക്കുറിച്ച് ഞാൻ ഒരിക്കലും പ്രൈഡ് അല്ല, ഇതാണോ ഒരു പകരം വീട്ടൽ, അല്ലെങ്കിൽ ഇതാണോ സമാധാനം, ഇതാണോ പീസ്, ഇതാണോ വാർ, ഇത് ഹൊററാണ്, ഇതൊരു ഭീകരതയാണ് എന്നാണ് റിയാസ് സലീം തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കുറിക്കുകയും അതിനെതിരെ ആൾക്കാർ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ പിന്നെയും അദ്ദേഹം കുറെ പുഞ്ചിലെയും കുപ്വാരയിലേക്ക് കുറെ കാര്യങ്ങൾ എടുത്തു വെച്ചതാ, ഇവിടെയും ഇങ്ങനെയുള്ള കുറെ ആക്രമണങ്ങൾ നടക്കുന്നു. പാകിസ്ഥാനിൽ വീഴുമ്പോഴാണ് ഇന്ത്യയിൽ മരിച്ചു വീണ 26 or 27 പേരുടെ വിനോദസഞ്ചാരികളെ കുറിച്ച് റിയാസ് സലീം ഒന്നും പറയുന്നതായിട്ട് കണ്ടില്ല. അപ്പൊ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് നമ്മൾ ആരും കേട്ടിട്ടില്ല. പക്ഷെ ഇന്ത്യ തിരിച്ചാക്രമിച്ചപ്പോൾ അവിടെ വീഴുന്ന കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും പാക് പൗരന്മാരുടെയും ദേഹത്ത് വീഴുന്ന ഷെല്ലിനെ കുറിച്ച് ഓർത്ത് അവിടെ ഒഴുകുന്ന ചോരപ്പുഴയെ കുറിച്ച് ഓർത്താണ് റിയാസ് സലീം ഖേദപ്പെട്ടത് അല്ലെങ്കിൽ സങ്കടപ്പെട്ടത്. സത്യത്തിൽ ഇവനെയൊക്കെ രാജ്യദ്രോഹികൾ എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്. ഐ ആം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്ന് പറയുമ്പോൾ അതും ഇങ്ങനൊരു സാഹചര്യത്തിൽ, അതായത് യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ കുറച്ച് നേരങ്ങളെ ആയിട്ടുള്ള യുദ്ധം വിഡ്രോ ചെയ്തെന്ന് പറയാറായിട്ടില്ല. എന്നിട്ടും പാകിസ്ഥാൻ പ്രകോപനപരമായ തിരിച്ചടികൾ നൽകുന്നുണ്ട്. വെടിവെപ്പ് നിർത്തിയിട്ട് വെടി നിർത്തൽ കരാറ് അവർ ലംഘിക്കുന്ന ഒരു കണ്ടീഷൻ വരെ ഉണ്ടാവുകയുണ്ടായി. അതീവ ജാഗ്രതയിലാണ് ഇപ്പോഴും അതിർത്തിയിൽ നിൽക്കുന്ന സേനകൾ എല്ലാവരും തന്നെ, ആരെയും അവിടുന്ന് പിൻവലിച്ചിട്ടില്ല. അപ്പോഴും ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടാൻ കാണിച്ച റിയാസ് സലീമിന്റെ ഒരു സംസ്കാരം, സത്യത്തിൽ ഇവരെയൊക്കെ നമ്മൾ കലാകാരന്മാരെന്ന് തന്നെയാണോ വിളിക്കുന്നത്? ഇവരെയൊക്കെ രാജ്യദ്രോഹികൾ എന്നാണ് വിളിക്കുന്നത്. കലാകാരൻ എന്ന ടാഗ് മാറ്റിയിട്ട് രാജ്യദ്രോഹി എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടതെന്ന് ജനങ്ങൾ ചോദിച്ചാൽ അത് അങ്ങനെ തന്നെയെന്ന് പറയേണ്ടി വരും. കാരണം മാധ്യമങ്ങൾ ആയാലും ഇപ്പോഴത്തെ ഈ റിയാസ് സലീമിനെ പോലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളേ ഉള്ളൂ. ബാക്കി മിക്ക സോഷ്യൽ മീഡിയ 100-ൽ ഒരു 99.9% സോഷ്യൽ മീഡിയ ആൾക്കാരും ഈ പറയപ്പെടുന്ന നമ്മളുടെ ആ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ചെയ്യുന്ന നമ്മുടെ സൈനികരെ പുകഴ്ത്തിക്കൊണ്ടും അവർക്ക് ആത്മവിശ്വാസം തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
റിയാസ് സലീമിന് മാത്രമാണ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പ്രൗഡ് അല്ലാത്തത്. അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോകൂ എന്നാണ് ഇദ്ദേഹത്തിന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. തുറന്നിട്ടിട്ടുണ്ടല്ലോ, താങ്കൾ പൊയ്ക്കോളൂ. എന്തെന്നായാലും അദ്ദേഹത്തിനെതിരെ കേസുകൾ വന്നിട്ടുണ്ട്. മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിൽ അദ്ദേഹത്തിനെതിരെ കേസ് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഒന്ന് പേടിക്കും. മിക്കവാറും ചില ആൾക്കാരുടെ അക്കൗണ്ടുകളൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ പോലെ റിയാസ് സലീമിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഫേസ്ബുക്ക് പ്രൊഫൈലും ഒക്കെ ചിലപ്പോൾ ഡിലീറ്റഡ് ആയി പോയേക്കാം. വളരെ നല്ലതായിരിക്കും. കാരണം ഇങ്ങനെയുള്ള ക്രൂഷ്യൽ കണ്ടീഷനിൽ നമ്മൾ വീക്കായിരിക്കുന്ന, നമ്മൾ ഭയപ്പെട്ടിരിക്കുന്ന അവസരങ്ങളിൽ ഇങ്ങനെയുള്ള സ്റ്റോറികൾ പോസ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന മനസ്സുള്ളവരുടെ അക്കൗണ്ടുകളൊക്കെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്.